ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചത് 1 ടീസ്പൂണാണ്. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ. അപ്പോൾ ഇതാ നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 350 ഗ്രാമോളം ചിക്കന് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് എടുക്കുമല്ലോ അതുപോലെ. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കട്ടെ, ഇത്രക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണം എന്നില്ല. ഒരു 250-200 ഗ്രാമൊക്കെ മതിയാകും. പക്ഷേ ഈ ഒരു ഫില്ലിങ്ങിന് ചിക്കൻ കൂടുതൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കുറച്ചല്ലേ ഇട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ക്യുമിൻ സീഡ് പൗഡറാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇല്ലേ നമ്മൾ പിസയ്ക്ക് ചേർക്കുന്നത്, അതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും നിർബന്ധമായിട്ടും ചേർക്കണം, എങ്കിലേ ആ ഒരു ഫില്ലിങ്ങിന് സ്പെഷ്യൽ ടേസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ആ ഒരു സവാളയുടെയൊക്കെ എല്ലാ സൈഡിലും എത്തിക്കിട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും കൂടി അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം നല്ലൊരു ഭംഗിയുള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ റെഡ് കളറായിട്ട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള, ഞാനിപ്പോൾ ഫില്ലിങ് അധികം ആക്കുന്നത് കൊണ്ട് തന്നെ നല്ല വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ഫില്ലിങ്ങുമായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കേണ്ട പരിപാടിയുള്ളൂ. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷീറ്റ് വേണം കേട്ടോ, അതായത് സ്പ്രിംഗ് റോൾ ഷീറ്റോ സമൂസ ഷീറ്റോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിന്ന് സ്പ്രിംഗ് റോൾ ഷീറ്റേനും കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരെ മിഡിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് നീളത്തിലാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതാണേലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മൈദയുടെ ഗമ്മ് വേണം, അതുപോലെ തന്നെ കുറച്ച് സേമിയ വേണം. വെർമിസെല്ലി കുറച്ച് വറുത്തിട്ട് ചെറുതായിട്ട് പൊടിച്ച സേമിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡിൽ ഇതുപോലെ നീളത്തിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല ഫില്ലായി കിട്ടുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ടൈറ്റിൽ റോൾ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ സ്പ്രിംഗ് റോളൊക്കെ റോൾ ചെയ്തെടുക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റം കണ്ടില്ലേ, അവിടെ കുറച്ച് മൈദയുടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗമ്മ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നല്ലപോലെ സീൽ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ 2 സൈഡിൽ എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് നിറച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ, എങ്കിലേ നമുക്ക് അതിൻ്റെ അറ്റത്ത് ആ ഒരു സേമിയ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് ഇപ്പോൾ നല്ല ഭംഗിയുള്ള റോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ ഗമ്മിലേക്ക് ഇതിനൊന്ന് മുക്കിയിട്ട് നമ്മൾ സേമിയയിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് റോൾ ചെയ്ത് വെക്കട്ടെ.
അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഇത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു അളവ് ഫില്ലിങ്ങിൽ ഇത്രക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന സേമിയയുടെ കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു റോൾ എടുത്തതിന് ശേഷം നമ്മുടെ മൈദയുടെ ആ ഒരു ഗമ്മില്ലേ അതിലേക്ക് ഒന്ന് സൈഡ് മാത്രം ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഒന്നങ്ങ് മുക്കിയെടുക്കുക കേട്ടോ. മുക്കിയിട്ട് കുറച്ച് സമയം ഇവിടെ വെക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സേമിയയിൽ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സൈഡും അങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫില്ലിങ് ഒന്ന് ഇളകിപ്പോകാതെ അവിടെ നിൽക്കുകയും ചെയ്യും. കടിക്കുന്ന സമയത്ത് ആ ഒരു സൈഡ് കടിക്കാൻ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ, ക്രിസ്പായിട്ട്. അതിന് വേണ്ടിയിട്ട് പിന്നെ കാണാനൊരു ഭംഗിയും. നമ്മളെപ്പോഴും എല്ലാ ടൈപ്പ് സ്നാക്ക് പുതുമയിലാക്കണം എന്നല്ലേ ആഗ്രഹിക്കുക. അങ്ങനെയുള്ളൂ കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ഒന്ന് മൊത്തത്തിൽ ചെയ്തെടുക്കട്ടെ. പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. പക്ഷേ മൈദയുടെ ഗമ്മ റെഡിയാക്കുമ്പോൾ കുറച്ചൊരു തിക്കായിട്ട് റെഡിയാക്കി എടുക്കാൻ മതി. ഓവർ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ സേമിയ അവിടെ കോട്ടായിട്ട് നിൽക്കില്ല, ഇളകി പോകും കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി തുടങ്ങാം. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ 1 2 എത്രയാണോ റോൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആവാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, കാരണം സേമിയ വറുത്തതാണ്, പെട്ടെന്ന് റെഡിയാവും. അതുപോലെ തന്നെ ആ ഒരു ഷീറ്റ് ഒന്ന് വേവുന്ന ടൈമേ വേണ്ടുള്ളൂ, പെട്ടെന്ന് റെഡിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഉൾഭാഗത്തുനിന്നൊന്നും വേവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഒരെണ്ണ റെഡിയായി കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കളറിലെടുക്കുക കേട്ടോ, നല്ല ഭംഗിയിൽ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സിമ്പിളല്ലേ ഫ്രൈ ചെയ്യാനും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഇരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ചൂടോട് കഴിക്കാൻ ശരിക്കും വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ആ ഒരു ഫില്ലിങ്ങിനാണ് കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത. നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് തന്നെ നിങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഫീഡ്ബാക്ക്സ് അറിയിക്കട്ടെ ഓരോരോ റെസിപ്പി ചെയ്യുമ്പോഴും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്